കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റിൽ കണ്ടെത്തിയെന്നാരോപിച്ച് മുൻ CDS ചെയർപേഴ്സണും നിലവിലെ നഗരസഭാ കൗൺസിലറുമായ ശ്രീദേവി തിലകൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP മഹിളാ മോർച്ച സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ CDS നമ്പർ 1 ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റിൽ കണ്ടെത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് BJP മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അന്ന് കുടുംബശ്രീയിലെ പാവപ്പെട്ട അമ്മമാരുടെ കയ്യിൽ നിന്നും മാസം തോറും 100 രൂപ ഈടാക്കിക്കൊണ്ട് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് 2011-12 കാലഘട്ടത്തിൽ പാവപ്പെട്ട അമ്മമാരുടെ കയ്യിൽ നിന്നും 100 രൂപ വീതം നൂറുകണക്കിന് അമ്മമാരുടെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു. മുറ്റത്തെ മുല്ല പദ്ധതി, വനിതാ വികസന സംരംഭക വായ്പ, പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ, NULM വായ്പ, CEF വായ്പ എന്നിവയുൾപ്പെടെയുള്ള വിവിധ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചനയുണ്ടെന്ന് ധർണയിൽ ആരോപിച്ചു. കുടുംബശ്രീ ഭരണസമിതി എടുത്ത ചില വായ്പകൾ നഗരസഭ കുടുംബശ്രീയുടെ തനത് ഫണ്ടിൽ നിന്ന് ബാങ്കിൽ അടച്ചു തീർത്ത ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും നേതാക്കൾ ആരോപിച്ചു. ആരോപണങ്ങളിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആരോപണ വിധേയയായ മുൻ CDS ചെയർപേഴ്സണും നിലവിലെ കൗൺസിലറുമായ ശ്രീദേവി തിലകൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, സുജീഷ് കൃഷ്ണൻ, പ്രവിത, സജീവൻ പള്ളത്ത്, വിദ്യാസാഗർ KR, വിനിത ടിങ്കു, മനോജ് IS, TJ ജെമി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.